പിന്നെ ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്തു. ബാങ്കിൽ നിന്ന് $60,000 അവർ ലോണും തന്നു. അപ്പോൾ ലാറ്ററൽ ചോദിച്ചപ്പോൾ അവർ പറയും എൻ്റെ കയ്യിലാകെ ഷർട്ടും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം കണ്ടാൽ ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. അത്രയും പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. നിറയെ പച്ചപ്പാണ്, നിറയെ മരങ്ങളുള്ള ഒരു വലിയൊരു പ്രദേശമാണ്. അതിലെ പച്ച മൈതാനങ്ങളും കുളങ്ങളും ഉള്ള ഒരു ഫാം ഹൗസിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു മലയാളിയുടേതാണ്. മലപ്പുറത്തെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് മലയാളം മീഡിയത്തിൽ പഠിച്ച് തൻ്റെ ജീവിതാനുഭവങ്ങളുമായി അമേരിക്കയിലെത്തി സ്വയപ്രയത്നം കൊണ്ടും പല കടമ്പകൾ മറികടന്നും വലിയ വ്യവസായിയും സംരംഭകനും ഒരു വിഷണറിയുമായ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണത്. അഥവാ അദ്ദേഹം താമസിക്കുന്ന ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഒരു വലിയ പച്ചത്തുരുത്താണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന അതിഥി അമേരിക്കയിൽ ഏകദേശം 20 വർഷത്തിന് മേലെ ആയി ഇവിടെ താമസിക്കുകയും ജീവിക്കുകയും സംരംഭകത്വം നടത്തുകയും സംരംഭകനായി വിജയം നേടുകയും ചെയ്ത ഫോബ്സ് എന്ന വലിയ ബിസിനസ് മാസികയുടെ പട്ടികയിൽ ഇടം പിടിച്ച പല വ്യാപാര വ്യവസായ മേഖലകളിലും സംഘടനകളും അന്താരാഷ്ട്ര ഡെലിഗേറ്റായി വർത്തിച്ച സബീർ നെല്ലിയാണ്. സ്വാഗതം സബീർ. ആദ്യമായിട്ട് ഒരു വലിയ അഭിമാനം തോന്നുകയാണ്. കാരണം വെച്ചാൽ ഒരു മലയാളി ഇങ്ങനെ ഒരു അമേരിക്കയിൽ, സാധാരണ നമ്മൾ നിറയെ കേട്ടത് ഗൾഫിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പണമുണ്ടാക്കുകയും വ്യവസായം ഉണ്ടാക്കുകയും ചെയ്ത മലയാളികളെ പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ അമേരിക്ക പോലെയുള്ളൊരു വലിയ പ്രദേശത്ത് ഒരു വിജയിച്ച ഒരു വ്യാപാര അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭകത്വം വർഷങ്ങളായി നടക്കണമെങ്കിൽ അത് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ താങ്കളുടെ ഈ ചെറുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഈ ആദ്യകാലത്തുള്ള ജീവിതം, തൻ്റെ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകൻ, മലപ്പുറത്തിനടുത്തുള്ള വളരെ ഒരു നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന ഒരു യുവാവ്, തങ്ങളുടെ ചെറുപ്പത്തിലേ ഉണ്ടായ ഒരു സ്വപ്നം ഉണ്ടാവും. ഏതൊരു കുട്ടിക്കും ഒരു സ്വപ്നം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരിക്കലും ഈ നെല്ലേക്ക് ഒരാൾക്ക് ഉയർന്നു വരാൻ പറ്റില്ല. അപ്പോൾ താങ്കളുടെ ഈ ചെറുപ്പകാലം മലപ്പുറത്തും പരിസരത്തും ഉണ്ടായിരുന്ന ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകന് സ്വപ്നങ്ങൾ മാത്രമായിരുന്നോ കൈമുതൽ ഇത്തരമൊരു ജീവിതത്തിൽ മുന്നിൽ കാണാൻ വേണ്ടി? ഞാനിപ്പോൾ നിങ്ങൾ അമേരിക്കയെ കുറിച്ച് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ വരുന്നത് ഇവിടുത്തെ വലിയ ബിൽഡിങ്ങോ റോഡ്സോ ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത് എപ്പോഴും ഞാൻ പോയ AUP സ്കൂളും കാരക്കുന്ന് 34 ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്നൊരു ഏകദേശം 8 കിലോമീറ്ററുള്ള കാരക്കുന്ന് 34 എന്ന ചെറിയ ഗ്രാമത്തിലാണ്. അപ്പൊ അവിടുത്തെ സ്ട്രീറ്റുകളും അവിടെ ഞാൻ പഠിച്ച സ്കൂളുകൾക്കാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്. ഇതിന്റെ പ്രധാന കാരണം കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ ആ റൂട്ട് കാര്യങ്ങൾ വരുന്ന ആ സോളിഡ് ഉണ്ട്, ആ സോളിഡ് റൂട്ടാണ് പലപ്പോഴും നമ്മളെ ഷേപ്പ് ചെയ്യാനും നമ്മുടെ കാരണമാവുന്നത്. എൻ്റെ ഫാദർ, എൻ്റെ അച്ഛനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ അദ്ദേഹം എപ്പോഴും വീട്ടിലൊരു ക്രമശീലം ഉണ്ടായിരുന്നു, ഒരു ഓർഡർ ഓഫ് ലൈഫ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലെപ്പോഴും ബാപ്പ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ എനിക്കറിയാം, എൻ്റെ ഉമ്മ എന്നെ തിരുവാലി പഞ്ചായത്തിലെ SLC പാസ്സായ ആദ്യത്തെ മുസ്ലിം പെൺകുട്ടിയായിരുന്നു, തിരുവാലി ഹൈസ്കൂൾ. അപ്പൊ അന്ന് ഈ ക്രമശീലങ്ങളൊക്കെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പുസ്തകം വായിച്ചിരുന്നു, എൻ്റെ പേര് സൈക്കോളജി ഓഫ് മണി. ആ പുസ്തകത്തിലെ ഗ്രന്ഥകാരൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളെ നിയന്ത്രണത്തിലല്ല, പക്ഷെ നമ്മളെ നിയന്ത്രണത്തിലുള്ളത് ചില ക്രമശീലങ്ങളും ചില ചെറിയ ഡിസിപ്ലിനുകളും ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ ജീവിതത്തിന്റെ വേറൊരു തലത്തിലോട്ട് മറ്റൊരു സമയത്ത് എത്തുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ബിൽഗേറ്റ്സിനെ കുറിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബിൽഗേറ്റ്സ് ജനിച്ചത് ഒരു സമ്പന്ന കുടുംബത്തിലാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹം നല്ലൊരു സ്കൂളിൽ ചേർത്തു, നല്ല ഡിവൈസുകൾ വാങ്ങിക്കൊടുത്തു, അന്നത്തെ ഏറ്റവും നല്ല കമ്പ്യൂട്ടറുകൾ. ഇതൊന്നും ബിൽഗേറ്റ്സിന്റെ നിയന്ത്രണത്തിൽ വരുന്ന കാര്യങ്ങളല്ല. അതുപോലെ ബിൽഗേറ്റ്സ് ആദ്യമായിട്ട് മൈക്രോസോഫ്റ്റ് കമ്പനി ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ഒരു മൗണ്ടനിയറിംഗിൽ വീണ് മരിച്ചുപോയി. അതും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലല്ല. പക്ഷേ ഗ്രന്ഥകാരൻ പറയുന്നത്, ബിൽഗേറ്റ്സ് ചെറുതായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയ ഡിസിപ്ലിനുകളും വീട്ടിലെ പല ക്രമശീലങ്ങളും പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി വളരെ സഹായിച്ചതാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആ
നാട്ടിൽ നിന്നുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ പലപ്പോഴും ഷേപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഉം. പിന്നെ മാത്രമല്ല, ഒരു മലയാളം മീഡിയ ആയതുകൊണ്ട് ആ. എനിക്ക് തോന്നാറ് നമ്മുടെ ഒരു ഭാഷ എപ്പോഴും ഉം. നമ്മളെ ചിന്തിപ്പിക്കാനുള്ള ഉം. ഒരു ബ്രിഡ്ജാണ്. ശരിയാണ്. ഞാൻ പിന്നെ യു എസിലേക്ക് വന്നപ്പോൾ ഉം. എനിക്ക് ഇംഗ്ലീഷ് ഭാഷ അത്ര വശമൊന്നുമില്ലായിരുന്നു. ഉം. പക്ഷെ എനിക്ക് ചിന്തിക്കാൻ ഏറ്റവും എളുപ്പം ഉം. എൻ്റെ മാതൃഭാഷയിലായിരുന്നു. ഉം. ഞാൻ ആ മാതൃഭാഷ ചിന്തിക്കുന്ന പല കാര്യങ്ങളും രൂപങ്ങളും ആശയങ്ങളൊക്കെ വരും. ഉം. ഇംഗ്ലീഷ് എപ്പോഴും എനിക്കൊരു ബിസിനസ് ലാംഗ്വേജ് മാത്രമായിരുന്നു. അത് ശരി. ഇവിടെ വന്നതിന് ശേഷം ഉം. അത് ഷേപ്പ് ചെയ്യാൻ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാനുള്ള, പക്ഷെ എനിക്ക് ചിന്തകളും എൻ്റെ വഴികളും ഒക്കെ തന്നത് ഉം. മാതൃഭാഷയിലാണ്. ഉം. പലപ്പോഴും ഞാൻ കാണാറുണ്ട് ജനങ്ങൾ, ഉം. അതിന് ഞാൻ അവരെ വിളിക്കാറെന്നെ ലാംഗ്വേജ് കൺഫ്യൂഷൻ എന്നാണ്. അവർ ഐഡന്റിറ്റി കൺഫ്യൂഷൻ പോലെ അവർ സ്വന്തം മാതൃഭാഷയിൽ ചിന്തിക്കുന്നത്ര നമുക്കൊരു ഭാഷയിലും ചിന്തിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും. പക്ഷെ മറ്റു പേരിൽ ചേർക്കാൻ ശ്രമിക്കുകയും അതിൽ അവർ കൺഫ്യൂഷനായി പോകാറുമുണ്ട്. ഉം. അപ്പോൾ എൻ്റെ മലയാളം ലാംഗ്വേജ് പലപ്പോഴും എനിക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരുപാട് ഇടം നൽകിയിട്ടുണ്ട്. അതെ. അപ്പോൾ നിങ്ങൾ ഏത് ഗ്രാമത്തിൽ ജനിച്ചു എന്നോ ഏത് ഭാഷ സംസാരിക്കുന്നോ എന്നതിലുപരി ഉം. എത്ര ദൂരം നിങ്ങൾക്ക് പോവാൻ കഴിയുമെന്ന മൈൻഡ് സെറ്റാണ് നിങ്ങളെ അതെ. പലപ്പോഴും മുന്നോട്ട് ഉം. കൊണ്ടുപോകുന്നത്. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ഒരു സ്വപ്നങ്ങൾ ഒക്കെ പേറി സബി ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ പോയി എന്ന് പറഞ്ഞു. ഡൽഹിയിലും മറ്റ് ഇടങ്ങളിലുമൊക്കെ അലഞ്ഞു. അതിനുശേഷമാണ് ഈ അമേരിക്കയിലേക്ക് എത്തുന്നത്. ഉം. അപ്പോൾ ഒരു സാധാരണക്കാരനായ യുവാവ് തൻ്റെ ഒരു ലക്ഷ്യം തേടി, അല്ലെ തൻ്റെ ഒരു അസ്തിത്വം തേടി, തൻ്റെ ഒരു ഐഡൻറ്റിറ്റി തേടി നടക്കുന്ന ഒരു ഫോർമേറ്റീവ് ഇയേഴ്സ് ആയിരുന്നു അതൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷമാണ് അമേരിക്കയിൽ എത്തുന്നത്. എനിക്കത് ആ ഒരു കാലഘട്ടം കൂടി ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ യാത്ര കുറച്ചും കൂടി ഒരു ക്ലിയറായി കിട്ടും. ഞാൻ ഉം. ചെറുതായിരിക്കുമ്പോൾ ഒരിക്കലും നമ്മളെ മനസ്സിലൊരു ബിഗ് ബിസിനസ് തുടങ്ങണമെന്നോ ഉം. അങ്ങനെയൊന്നും യാതൊരു ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ചെറുപ്പത്തിൽ എപ്പോഴും എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു. ആ. എന്ന് വെച്ചാൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും. ഉം. അതിൻ്റെ ഏറ്റവും ഒരു പ്രധാന കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ആയിരുന്നപ്പോഴും ആ. ഒരു റീഡേഴ്സ് ഡൈജസ്റ്റ് എന്നൊരു ബുക്കുണ്ട്. അതെ. അതിൽ ഹൗ തിങ്സ് വർക്ക് എന്നുണ്ട്. അതെ, ചെറിയ യെസ്. അപ്പോൾ അത് ഇംഗ്ലീഷിലായിരുന്നു. എനിക്ക് കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ആ പ്രായത്തിൽ 8ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് വെച്ച് കഴിഞ്ഞിരുന്നു. ഉം. അപ്പോൾ അതെൻ്റെ തറവാട്ടിൽ ഉം. കുട്ടിക്കലി ഉം. എൻ്റെ വല്യപ്പ വരുത്തിയിരുന്നായിരുന്നു. ശരി. അദ്ദേഹം വായിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെയാണ് കണ്ടത്. ആഹാ. പിന്നീട് ഞാനത് വായിക്കും. അപ്പോൾ ഹൗ തിങ്സ് വർ, ഓരോ കാര്യം, ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഉം. ബസ് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് കൗതുകമായിരുന്നു. പിന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ തോന്നുന്നുണ്ട്, എൻ്റെ അയൽപ്പക്കത്തിൽ എൻ്റെ കളിക്കൂട്ടുകാരൻ നെക്സ്റ്റ് ഡോർ ആ. ഗോപകുമാർ, ആ. അവൻ എന്നോട് പറഞ്ഞു രാജീവ് ഗാന്ധി പൈലറ്റാണ് അവരുടെ സാധ്യത. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് തോന്നുന്നത് എനിക്കും പൈലറ്റ് ആയിക്കൂടെ. ആ. അങ്ങനെ ആദ്യമായിട്ടൊരു പൈലറ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം. സ്കൂളിലായിരുന്നു ആ സമയം? അതെ, ഞാൻ 6ാം ക്ലാസ്സിലായിരുന്നു. ശരി. അതിനുശേഷം അന്ന് പല പത്രങ്ങളിൽ വന്ന പൈലറ്റ് ആവാൻ, എനിക്കിപ്പോൾ ഓർമ്മയുടെ മാതൃഭൂമിയിലൊരു കട്ടിങ് വന്നത് പൈലറ്റ് ആവാൻ ഇതിലേ. ശരി. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ ഹെഡിങ് പോലും എനിക്ക് ഓർമ്മയുണ്ട്, പൈലറ്റ് ആവാൻ ഇതിലേ. അതൊക്കെ ഞാൻ അന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്നു. പക്ഷെ എൻ്റെ ബാപ്പാക്ക് എന്നെ ഡോക്ടറാക്കാൻ ആഗ്രഹം. അപ്പം ഞാൻ മെഡിക്കൽ എഴുതി, എൻട്രൻസ് കിട്ടില്ല. പിന്നെ ഞാൻ പൈലറ്റ് ആവാൻ വേണ്ടി കണക്ക് വേണ്ടോടെ ഞാൻ കണക്ക് അഡീഷണൽ ആയിട്ട് എടുത്തിരുന്നു. പക്ഷെ ഞാൻ എഞ്ചിനീയറിംഗ് എഴുതി. അപ്പം എനിക്കെന്തോ RECയിൽ അന്ന് ഇപ്പോഴത്തെ NIT മെക്കാനിക്കലിന് കിട്ടി. പക്ഷെ അപ്പോഴും ഞാൻ അതെൻ്റെ സെക്കൻഡ് കോളിങ്ങിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഫിസിക്സിന് വേണ്ടി മർത്തോമയിൽ ജോയിൻ ചെയ്തിരുന്നു. അപ്പോഴൊക്കെ എങ്ങനെയോ ഞാൻ ഈ ഉദ്ദേശിച്ച ഈ പൈലറ്റ് ആവാനുള്ള ആഗ്രഹത്തിൽ ഞാൻ സെലക്റ്റഡ് ആയി. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ പോകുന്നത്. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ പോകുന്നവരെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ തന്നെ ടീച്ചർ നമ്മളെ പഠിപ്പിക്കല്ലോ, കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, ദൈവത്തിന്റെ നാട്, ലോകം മുഴുവൻ ദൈവത്തിന്റെ നാടെന്നല്ലേ, എന്താ കേരളം മാത്രം. പിന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്, കേരളം ശരിക്കും ഒരു ദൈവത്തിന്റെ നാട് തന്നെയാണ്. നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ ഞാൻ ഒരുവിധം എൻ്റെ ട്രെയിനിങ്ങിന്റെ സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളും താമസിച്ചു എക്സെപ്റ്റ് നോർത്ത് ഈസ്റ്റ്. അപ്പോൾ
അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഉം. ഒരുപാട് രാജ്യങ്ങളുടെ ഒരു രാജ്യമാണെന്ന്. അതെ. ഒരുപാട് ഭാഷകളും ഒരുപാട് വേഷങ്ങളും സംസ്കാരങ്ങളും, വസ്ത്രങ്ങളും, ഭാഷയും. സംസ്കാരങ്ങളുമായിട്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ഉം. ആ കൗതുകങ്ങളും അതെ. മനസ്സിലാക്കാനും വിപണികളും ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ ഉം. അന്നത്തെ കാലത്ത് ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉം. അപ്പൊ ആ യാത്രയിലും ഒരുപാട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഉം. ഉം. അങ്ങനെ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോണത് ഉം. എൻ്റെ കൂടെ എൻ്റെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ട്, ക്യാപ്റ്റൻ അനിൽ പ്രകാശ്. ശരി. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ആഹാ. സോ അപ്പോൾ മലയാളിയാണോ? മലയാളിയാണ്. ആ. അപ്പൊ അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ബാംഗ്ലൂർ കൊണ്ടുവന്നത്. ആഹാ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ബാംഗ്ലൂർ ജക്കൂർ ആ. ട്രെയിനിങ് സെന്ററിൽ താമസിച്ചിരുന്നത്. ആ, നല്ല ശരി. മനുഷ്യനായിരുന്നു. ആ. തിരുവനന്തപുരത്തായിരുന്നു. ആ. പാപം മരിച്ചുപോയി ഒരു ഓ. വിമാനാപകടത്തില്. അയ്യോ. ഞാൻ എൻ്റെ കഴിഞ്ഞൊരു 3-4 വർഷം കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് എടുത്ത് മരിച്ചു. ഓഹോ. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ നോർത്ത് ഇന്ത്യയിലെ യാത്രകളൊക്കെ ആ. തുടങ്ങുന്നത്. ശരി. ആ. അതിന് ഡൽഹിയിലെ ജീവിതമൊക്കെ ഒരുപാട് പഠിക്കാനും ആ. പല ചെറിയ കച്ചവടങ്ങൾ ചെയ്യാനും. ശരി. ആ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ എൻ്റെ അടുത്തൊരു എൻ്റെ ഇന്റിമേറ്റ് കൂട്ടുകാരൻ, റൂംമേറ്റ്. ആ. അവന്റെ പേര് പത്തനംതിട്ടക്കാരനാണ്, ശരി. കൊമ്മല്ലൂർ. ആഹാ. ക്യാപ്റ്റൻ ശ്രീകുമാർ. ക്യാപ്റ്റൻ ശ്രീകുമാർ. അപ്പോൾ അവനിപ്പോൾ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്ത്. അപ്പോൾ ശരി. ശ്രീകുമാർ ഞാൻ ഡൽഹി പോയപ്പം എൻ്റെ ശൈലിയുള്ള കച്ചവടം തുടങ്ങിയപ്പോൾ ഞാൻ അവിടുന്ന് ഗ്യാസിന്റെ സ്റ്റവൊക്കെ എടുത്ത് നാട്ടിൽ കൊടുന്ന് വെക്കുമായിരുന്നു. ശരി. അപ്പൊ അവൻ പറയായിരുന്നു, സബീറെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പൈലറ്റ് ആക്കാൻ പറഞ്ഞാച്ചാണ് ഈ മലപ്പുറത്തെ സബീർ എന്നെ ഗ്യാസിന്റെ സ്റ്റവ് ഞാൻ അവനെ ചാന്ദിനി ചൗക്ക് കൊണ്ടുപോയി ശരി. ആ. കാരണം അന്ന് പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച് ഒരുപാട് പൈസ കൊടുക്കണ്ടേ. ആ. 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 അപ്പൊ ഏറ്റിക്കിര ഡൽഹിയിലെ ബസ്സിലിട്ട് കൊണ്ടുവരാൻ വേണ്ടി. ശരി. അപ്പൊ അവൻ എപ്പോഴും ഉണ്ടാവും എൻ്റെ കൂടെ ഈ ആ. ചരക്ക് നീക്കാൻ. ശരി. എന്നിട്ട് ഒന്ന് ട്രെയിനിൽ കൊടുത്തേക്കുന്നു. ആ. ആ. അപ്പൊ അങ്ങനെ ഒരുപാട് ഡൽഹിയിലെ ജീവിതവും അതായത് പൈലറ്റ് ആവുന്ന ഈ സമയത്ത് തന്നെ ഒരു ബിസിനസ് ചാലയിലും അതെ. ഒക്കെ ഉണ്ടായിരുന്നു കച്ചവടം. അതെ. തിരുവനന്തപുരം ചാലയിൽ പഠിക്കുന്ന സമയം. ആ. അപ്പൊ അന്ന് ഗ്യാസിന്റെ ആ. സ്റ്റവ് ഡൽഹിയിൽ നിന്ന് എടുത്തിട്ട് ചാന്ദിനിയോട് നാട്ടിൽ കൊണ്ടുവന്ന് വെക്കലായിരുന്നു ശരി. ആ. വരുന്ന വഴി. ശരി. ശരി. അപ്പൊ അതിന് ശ്രീകുമാറിനെ വരയ്ക്കാൻ എന്നെ സഹായിക്കണം. ശരി. അപ്പൊ ആ സമയത്തും നോർത്ത് ഇന്ത്യൻ ലൈഫ് ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ട് ചിന്തകൾക്ക് ഒരിക്കലും അതിരില്ല എന്ന് അതെ. അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഒരു പൈലറ്റ് ആവാൻ നിറയെ സ്വപ്നങ്ങളുമായി ഒരുങ്ങി പുറപ്പെട്ട ഒരു യുവാവ് ഡൽഹിയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പരിശീലനം നടത്തുകയും ഒക്കെ ചെയ്തു. സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ കാണുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഒരു പൈലറ്റിന്റെ വേഷത്തിൽ റെയ്ബൻ ഗ്ലാസ് ഒക്കെ വെച്ച് വിമാനം പറത്തുന്നതാണ്. പക്ഷെ സബീർ വിമാനം പറത്തിയില്ല. ആ വിമാനം സ്വപ്നങ്ങളുടെ വിമാനം എവിടെയോ വെച്ച് ഇറക്കേണ്ടി വന്നു. പിന്നെ സബീർ എനിക്ക് തോന്നുന്നു കാണുന്നത് ഒരു അമേരിക്കൻ എപ്പിസോഡാണ്. ബിഗ് അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞ ഈ സ്വപ്ന ലോകത്തേക്ക് സബീർ വരുന്നതാണ്. ആ ഒരു സ്റ്റോറി എങ്ങനെയായിരുന്നു? ആ വിമാനം പറത്തലിൽ നിന്ന് പറത്താനാവാതെ അല്ലെ പറത്തിയോ, എന്താണ് പറ്റിയത്? പിന്നെ എങ്ങനെയാണ് ഈ അമേരിക്കയിൽ എത്തിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ. ക്യാപ്റ്റൻ അൽപ്രകാശ് സാറിന്റെ കൂടെ ഉം. ബാംഗ്ലൂർ താമസിക്കുമ്പോഴേ ഉം. അവിടെയുള്ള ക്യാപ്റ്റൻ അൽപ്രകാശിന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആ. അവൻ ഒരു ദിവസം എന്ന് പറഞ്ഞു, ആ. നിസാമുദ്ദീന്, ആ. ഞാൻ നാളെ അമേരിക്കയിൽ പോകണ്ടു. ശരി. ആ. ഞാനും ക്യാപ്റ്റൻ ഇരിക്കുന്നപ്പോഴും. ആഹാ. അപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ ഒരു അമേരിക്ക. ആ. ഞാൻ ചോദിച്ചു, എന്തിനാ അമേരിക്കയിൽ പോണത്? ആ. അപ്പൊ അവൻ പറഞ്ഞു, അവിടെ പോയി കഴിഞ്ഞാൽ ഫ്ലൈയിങ് പെട്ടെന്ന് തീർക്കാം. ശരി. ആ. അതിനു മുമ്പും ഉം. ഒരിക്കൽ ഞാനൊരു കബി ഖുഷി കബി ഗം എന്നുള്ളൊരു ഹിന്ദി സിനിമ അമിതാഭ് ബച്ചൻ ഭയങ്കര അതെ. അപ്പൊ അമിതാഭ് ബച്ചന്റെ മോന് ഷാറൂഖ് ഖാൻ അന്ന് ലണ്ടനിൽ പഠിക്കുകയാണ്. അതെ. അതെ. ആ. അപ്പൊ ലണ്ടനിൽ നിന്ന് അവൻ വരുമ്പോഴേ ആ. ആ വീട്ടിലൊരു മെയ്ഡ് ഉണ്ടായിരുന്നു. ആ. മെയ്ഡ് ഇങ്ങനെ ഭയങ്കര ബിസിലി ജോലി എടുത്തപ്പോൾ ആ മെയ്ഡിന്റെ മോൻ ചോദിച്ചു, ഉം. അമ്മ ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? ശരി. ആ. അപ്പോ അമിതാഭ് ബച്ചനെയും അവിടുത്തെ വീട്ടിലവരെ മുമ്പ് നിന്ന് അമ്മ പറഞ്ഞു, ഇന്ന് സാബിന്റെ മോന് വേട്ട വരികയാണ്, ലണ്ടനിൽ വരികയാണ്. ശരി. ആ. അപ്പൊ ആ കുഞ്ഞു പറഞ്ഞു, ആ. ഞാനും പോവും ലണ്ടൻ ഒരിക്കലും, മേ ബി ജാവുക ലണ്ടൻ. അന്ന് എന്റെ മനസ്സിലൊരാഗ്രഹം, എനിക്കും ലണ്ടനിൽ പോകണം എന്ന് ആഗ്രഹം. ഈ ഗോപകുമാറിന്റെ കാര്യം പറഞ്ഞ പോലെ. അതെ. അപ്പോൾ ഈ ബാംഗ്ലൂർ വെച്ച് നിസാമുദ്ദീനാണ് ആദ്യമായിട്ട് എനിക്ക് അമേരിക്ക എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പൊ എന്തിനാ പോണെന്ന് വെച്ചപ്പോ അവിടെ പോയത് പെട്ടെന്ന് ഫ്ലൈ ചെയ്ത് പഠിക്കാം. അപ്പൊ ഞാൻ പോവാൻ നേരത്ത് അവൻ എന്റെ അഡ്രസ്സൊക്കെ കൊടുത്തു. 5-6 മാസം കഴിഞ്ഞപ്പോൾ അവൻ എനിക്ക് പ്രവേശനം വാങ്ങി അയച്ചും തന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് എന്റെ പേര് അച്ചടിച്ച്, അതും കളർ അച്ചടിച്ച് വന്നത്. ഭയങ്കര സന്തോഷമായി. അമേരിക്കന്ന് വലിയ ബുക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ വിസക്ക് കൊടുത്തപ്പോ എന്റെ വിസ തള്ളിപ്പോയി. അങ്ങനെ 5 പ്രാവശ്യം എന്റെ വിസ തള്ളിയിട്ട് 6ാമത്തെ പ്രാവശ്യമാണ് ഇത് വിസ കിട്ടിയത്. അപ്പോഴേക്ക് വർഷം 1-2 കഴിഞ്ഞു. അപ്പോഴും എന്റെ ഫ്ലൈയിങ് ട്രെയിനിങ്ങും ഫിനിഷായി. അപ്പൊ ഞാൻ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ട് അറൌണ്ട് 300 മണിക്കൂറും ഫ്ലൈ ചെയ്തു.
എന്നിട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ജെറ്റ് എയർവേസിൽ ആ. ഒരു സെമി ജോയിൻ ചെയ്തു. ആ. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തുകൾ അന്ന് ഈ ആ. ബോയിങ് 737 റേറ്റിംഗ് ഒക്കെ എടുക്കാൻ നമ്മൾ ആ. സാധാരണ 737 ഒക്കെയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന അതെ ഫ്ലൈറ്റ്. അതെ. അപ്പോൾ അതിന് 1-2 വർഷം എടുക്കും. ഉം. അപ്പോൾ ഞാൻ വീണ്ടും അമേരിക്കയിലെ ശ്രമം തുടങ്ങി. ആ. അങ്ങനെ 6ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് വിസ കിട്ടിയത്. ആ, ശരി. അപ്പോൾ അമേരിക്കയിൽ വരുന്നത് ഈ ബോയിങ് 737 ട്രെയിനിങ് വേണ്ടിയിട്ടാണ്. ആ, ശരി. ആ. ഇനി വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് സ്റ്റോറി ഉണ്ട്. ഇവിടെ പാർട്ട് ടൈം ജോലി എടുക്കുക, ഇവിടെ ഓപ്പർച്യൂണിറ്റി, അതൊക്കെ ഞാൻ ആ 2 വർഷം കൊണ്ട് ഒരുപാട് പഠിച്ചു വെച്ചു. പല ആൾക്കാരെയും കണ്ടു. ഇവിടെ വന്നപ്പോഴാണ് അതിന് വന്നൊരു 6 മാസം കഴിഞ്ഞ് ട്രെയിനിങ്ങിൻ്റെ ഇടയിലാണ് ഞാൻ മെഡിക്കലി ചെയ്തപ്പോൾ എൻ്റെ ചെവിയിൽ കുറച്ച് ലോ ആയിപ്പോയി. ശരിക്കും പൈലറ്റിന് 30 ഹെഡ്സ് മുതൽ കേൾക്കണം. അപ്പൊ എനിക്ക് 30 ഹെഡ്സ് കേൾക്കില്ല, 32 കേൾക്കുള്ളൂ. ഒന്നും കൂടി ശബ്ദമുള്ള ഹെഡ്സേ കേൾക്കുള്ളൂ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ക്ലാസ് മെഡിക്കൽ ഔട്ടായി. എന്ന് വെച്ചാൽ നമുക്ക് ഈ എയർലൈൻ ഫ്ലൈ ചെയ്യാൻ പറ്റും. സാധാ നമ്മൾ എയർലൈൻ ആളുകൾ ഉപയോഗിച്ച് നമ്മൾ ലൈൻ ബസ് ഓടിക്കാൻ കഴിയും. മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് ആ പൈലറ്റിന്റെ ആ ഡ്രീം ഇല്ലാതായി കളഞ്ഞു. പിന്നെ ഞാൻ ടെക്സസിൽ തന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് വീണ്ടും കോളേജിലൊക്കെ പോയി, യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് പിന്നെ പുതിയ കാര്യങ്ങളിലോട്ട് കടന്നു വരും. അമേരിക്കയിലൊക്കെ ഇതുപോലെ ഒരു വലിയ സ്വപ്നങ്ങളുമായി എത്തിയ ഒരു യുവാവ് പകുതി വഴിക്ക് ഒരു വലിയൊരു സ്വപ്നം, അത് ഒരു സ്കൂൾ കാലം മുതലുള്ള സ്വപ്നം പെട്ടെന്ന് അവസാനിക്കുമ്പോൾ ഒരു ദുഃഖം നമുക്ക് മനസ്സിലാവും. വലിയൊരു സ്വപ്നം അവസാനിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു നിരാശ. ഇത്രയും ട്രെയിൻ ചെയ്തു, എന്നിട്ട് ചെറിയൊരു ചെവിയുടെ ചെറിയൊരു പ്രശ്നത്തിൽ ആ സ്വപ്നം അവിടെ നിൽക്കുമ്പോൾ സാധാരണ ആൾക്കാർ തകർന്നു പോവാണ് പതിവ്. പക്ഷെ സബീർ അത് അമേരിക്കയിൽ നിന്നുകൊണ്ട്, അമേരിക്കയിൽ നിൽക്കാറ് എളുപ്പമല്ല, ഗൾഫ് പോലില്ല, അമേരിക്കയിൽ നിൽക്കാറ് ബുദ്ധിമുട്ടാണ്. സ്വന്തം കാലിൽ നിൽക്കണം, മറ്റുള്ളവരുടെ സഹായം അധികം ഉണ്ടാവില്ല. എന്നാലും പിടിച്ചു നിന്നു. എങ്ങനെയാണ് ഒരു പതിയെ താങ്കളുടെ ഈ സംരംഭകത്വം അല്ല വ്യാവസായിക ജീവിതം തുടങ്ങുന്നത്, ഇവിടെ പിച്ച് തുടങ്ങുന്നത്? അമേരിക്കയുടെ ജേർണിയിൽ ഈ ചേഞ്ച് വന്നത് പറയുമ്പോൾ ആദ്യമേ ഞാൻ അമേരിക്ക എത്തിയപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിൽ പഠിച്ചപ്പോൾ അവന് കായംകുളത്തുള്ള സോണി ജോസ്, കായംകുളം കറ്റാനം. അപ്പൊ ഞാൻ വരുന്ന സമയത്ത് സോണി കുഞ്ഞിനെ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ട്. അങ്ങനെ അവന് ഡാലസിൽ വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് ഈ നേരെ ഈ ടൈലറിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ടൈലറിൽ താമസം. ഡാലസിന് ഏകദേശം ഒരു 100 മൈൽ 160 കിലോമീറ്റർ ടൈലറിൽ 1.5 മണിക്കൂർ ഡ്രൈവ്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഈ ചെവിയുടെ കുറച്ചതിന് ശേഷം ഞാൻ പിന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാനും പോയി. കുറച്ച് കഴിഞ്ഞ് വിസയൊക്കെ മാറ്റിയെടുത്ത് പിന്നെ ജോലി വർക്ക് പെർമിറ്റൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അപ്പോഴും നാട്ടിലുള്ള ഒരുപാട് പല കൗതുകങ്ങളും കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ എത്തിയത് ഈസ്റ്റ് ടെക്സസിലായിരുന്നു. ഈസ്റ്റ് ടെക്സസ് പറഞ്ഞാല് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഓയിലും റിഫൈനറികളൊക്കെ ഉള്ള സ്ഥലമാണ് ഈസ്റ്റ് ഓഫ് ടെക്സസ്. അപ്പൊ നമ്മളിവിടെ തന്നെ ഒരു കുറച്ച് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഈ ഓയിൽ വെല്ല് കാണാം. ഇവിടെയൊക്കെ വെല്ലൊക്കെ പ്രൈവറ്റ് ആണ്. അപ്പൊ അവരിങ്ങനെ സ്വന്തമായിട്ട് എടുത്തിട്ട് അതിന് നമ്മുടെ നാട്ടിലെ റബ്ബർ പാല് കളക്ട് ചെയ്യുമ്പോൾ അതിനായിട്ട് ആൾക്കാർ ഡെയിലി കളക്ട് ചെയ്യും. പൈപ്പ് ലൈൻ വഴി അവർക്ക് എന്നിട്ട് അവർക്ക് അതിന്റെ റോയൽറ്റി. അപ്പൊ അങ്ങനെ വന്നപ്പോഴേ ഇവിടെ ആദ്യമായി ഞാൻ പിന്നെ ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്തു. അങ്ങനെ അതിന്റെ സ്മെല്ല് കണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ആദ്യമായിട്ട് ഒരു ഗ്യാസ് സ്റ്റേഷൻ ആദ്യം വാടക എടുത്തത്. അപ്പൊ എന്റെ ജോലി ചെയ്തതിനെ ബോസ്മാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് വാടക എടുത്തിട്ട് അന്ന് പിന്നെ ബാങ്കിൽ നിന്ന് $60,000 അവര് ലോണും തന്നു. അപ്പൊ എന്നോട് അന്ന് കൊളാറ്ററൽ ചോദിച്ചപ്പോ ഇപ്പോഴും ഞാൻ ആ ബാങ്കുമായിട്ട് ബന്ധമുണ്ട്. അവര് പറയാം എന്റെ കയ്യിൽ ആകെ ഷർട്ടും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്തോ ഒരു എന്റെ കണ്ണും അത് കണ്ടപ്പോൾ അദ്ദേഹം റിസ്ക് എടുത്തു തന്നു. ഇവിടെ അമേരിക്കയിലെ ആശയങ്ങളും പിന്നെ നമ്മളെ തീഷ്ണമായ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫിനാൻസും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് ഇവിടെ. അവര് റിസ്ക് എടുക്കും. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഗ്യാസ് സ്റ്റേഷൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ആ ജേണി അങ്ങനെ തുടർന്നു പോയി. പിന്നെ ഓയിൽ ബിസിനസ്സും ഹോളിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ആ ജേണി അങ്ങനെ തുടർന്നു. അത് വളരെ കൗതുകമുള്ളൊരു ഉത്തരമാണ്. കാരണം വെച്ചാൽ സാധാരണ രീതിയിൽ എണ്ണയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യവും നമ്മൾ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ സൗദി ഇവിടെയൊക്കെയാണ് നമ്മൾ എണ്ണയുടെ ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുള്ളത്. പക്ഷെ അമേരിക്കയിൽ വന്ന് ഒരു ഓയിൽ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു മലയാളി ആദ്യം കാണുകയാണ്. പിന്നെ താങ്കളുടെ പടിപടിയായ വളർച്ച, താങ്കളുടെ വ്യവസായ ഈ ഓയിൽ ബിസിനസ്സിൽ തുടങ്ങി പിന്നെ ഏതൊക്കെ മേഖലകളിലേക്കാണ് താങ്കളുടെ ശ്രദ്ധ പോയത്?
അല്ല, ഏതൊക്കെ മേഖലകൾ താങ്കൾ പരീക്ഷിച്ചു, അതിൽ നിന്ന് പരാജയപ്പെട്ടു, വിജയിച്ചു, അതിൽ നിന്ന് കുട്ടികൾ വീട് എഴുന്നേൽക്കുന്ന പോലെ നടന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ താല്പര്യം. ആദ്യം തുടങ്ങിയത് ഈ ഗ്യാസ് സ്റ്റേഷൻ ആയിരുന്നെങ്കിലും പിന്നെ അത് റിഫൈനറി, ആ. ഗ്യാസ് പിക്കപ്പ് ചെയ്ത് ഉം. മറ്റുള്ള ആ. ഗ്യാസ് ഡ്രോപ്പ് ചെയ്യലും അതുമായിട്ട് ബന്ധപ്പെട്ട പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു. ഉം. പിന്നീട് റെസ്റ്റോറൻറ്റുകൾ, ഉം. സ്മാർട്ട് ലോണ്ടറി, ഉം. പിന്നെ ഇവിടെ ഈസ്റ്റ് എക്സിലെ ATM പ്രോസസ്സർ, അതെ. പിന്നെ ഒരുപാട് വെസ്റ്റേൺ യൂണിയൻ, ഉം. ഇങ്ങനെ ഒരുപാട് പല റീറ്റെയിൽ. ഉം. അതും നേരത്തെ പറഞ്ഞ പോലെ ഉം. ഒരു സാഹചര്യം വരുമ്പോൾ ആ കൗതുകത്തിലോട്ട് ചെയ്യാണ്. ഇത് പലതും ഉം. സെറ്റ് ബാക്ക് ആയിരുന്നുണ്ട്. ആ, ശരി. പക്ഷെ ഒരു സെറ്റ് ബാക്ക് ആവുമ്പോൾ ആ. എപ്പോഴും അത് വേറൊരു അതെ. സെറ്റപ്പിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കാം. പശ്ചാത്തലം കൊടുക്കാം. ഉം. പിന്നെ 2008 ആ. ഐഫോൺ വന്നപ്പോൾ ആ. ടെക്നോളജിയിൽ കുറച്ച് ആ. താല്പര്യം ഉണ്ടായതുകൊണ്ട് ആ. അപ്പൊ അതിൽ ആപ്പ് സ്റ്റോർ വന്നപ്പോൾ എനിക്ക് 2010 തൊട്ടേറ്റ ഉം. ഇൻസ്റ്റാഗ്രാം ആ. 10 ആ സമയങ്ങളായിട്ട് ആ. $1 ബില്യൺ ഉം. ഫേസ്ബുക്ക് അത് വാങ്ങി. ഓ, അതെ. ഉം. അത് ഇവിടുത്തെ ടൈലർ പേപ്പറിലും ഡാലസ് പേപ്പറിലും വലിയ വാർത്തയും ആ, വന്നു. ശരി. ആ. ഒരു വർഷം കൊണ്ട് $0 to $1 ബില്യൺ. ഉം. അപ്പൊ അപ്പോഴെനിക്ക് ആ തോന്നല്, എനിക്കും എന്തുകൊണ്ട് ഒരു ആപ്പ് ഉണ്ടാക്കിക്കൂടാ എന്നൊരു തോന്നല് ആ. ഈ സെയിം ഇതിൽ വന്നു. വന്നു, പെട്ടെന്ന് ആശയം വന്നു. ഉം. അങ്ങനെയാണ് ഞാൻ ഈ ടെക്നോളജിയിലോട്ട് കടക്കുന്നത്. അത് ശരി. ആ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ 1-2 ആപ്പൊക്കെ നോക്കി. ഒരു eBay, ഒരു ഓപ്ഷൻ സ്റ്റൈൽ ആപ്പ് നോക്കി, അതൊന്നും വിജയിച്ചില്ല. ഉം. പിന്നെ ഞാനൊരു പെട്രോളിയം ആ. ബിസിനസ്സിന് വേണ്ടി ഒരു ആപ്പ് ഉണ്ടാകും, അതും വിജയിച്ചില്ല. ഉം. പിന്നെ അതിൻ്റെ അടുക്ക് നമുക്ക് തന്നെ 10-250 സ്റ്റാഫും ആ. 1000കണക്കിന് വെൻഡേഴ്സും. ആ. ആ സമയത്ത് നമ്മളെ ഫൈനാൻഷ്യൽ മൂവ്മെന്റ് നമ്മൾ വേറെ പല ഉം. സർവീസിൽ ഉപയോഗിച്ചിരുന്നു. അത് ശരി. ആ. അപ്പോൾ അതിലൊരു സർവീസിൽ ഒരാൾ, ആ. ഒരു കമ്പനി ഞങ്ങളെ ചില കാരണം കൊണ്ട് നിങ്ങൾ ടു മച്ച് മണി മൂവിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ. അവരിന്ന് പുറത്താക്കി. ഓ, അത് ശരി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ആ. നമുക്കെന്താ നമ്മളെ ആവശ്യം, നമ്മളായാലൊരു അതെ. ഫൈനാൻഷ്യൽ സർവീസ് തുടങ്ങിക്കൂടെ. അതെ. ആ. അങ്ങനെ ഈ സിൽമണി എന്ന സർവീസ് ആ. നമ്മുടെ ഇന്റേണൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ആ. 2014 തുടങ്ങിയതാണ്. അത് ശരി. ആ. 13-14 ആ. സമയത്ത്. ആ. എന്നിട്ട് 2019 ആ. അത് ഞാൻ ഇനി മറ്റുള്ളവർക്കും കൊടുത്താലോ, ആ. ചിലപ്പോൾ 4-5 വർഷം കൊണ്ട് ആ. ഒരു 3,000-4,000 കസ്റ്റമർ വന്നേക്കാം. അതൊരു അനദർ അതെ. ടൈപ്പ് ഓഫ്, അതിൽ കൂടുതൽ പ്രതീക്ഷകൾ ആ സമയത്തില്ലായിരുന്നു. ഒരു ആ. ആപ്പ് ഉണ്ടാക്കണം എന്നുള്ള തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അതെ. അതൊരു ഉം. ആ ഒരു മറ്റ് കമ്പനി നമ്മളെ പുറത്താക്കിയപ്പോഴല്ല ആ ഒരു ഇതിൽ ഉണ്ടാക്കിയതാണ്. മനസ്സിലായി. ആ. പക്ഷേ ഈ ആപ്പ് നമ്മൾ പുറത്താക്കിയപ്പോൾ, ആ. പക്ഷെ അതിൽ ഞാൻ നമ്മളൊരു സാധാരണ അമേരിക്കയിലെ ഒരു ബിസിനസ്സുകാരന് വേണ്ട എല്ലാ കാര്യങ്ങളും അത് ശരി. ആ. ഞാൻ നടത്തിയിരുന്നപ്പോണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ അതിന് സോൾവ് അത് ശരി. ആ. കണ്ടെത്തിയിരുന്നു. ആ. പക്ഷെ ഇതിന് ആദ്യത്തെ 6 മാസം കൊണ്ട് 10-10,000 കസ്റ്റമർ. അത് ശരി. ഓ, ഓ. നമ്മൾ കുറച്ച് തന്നെ ആ. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷനും മാർക്കറ്റിംഗും ഒക്കെ തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട്. ആ. 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 അങ്ങനെയാണ് ഉം. പിന്നെ ഈ സിൽമണിയിലോട്ട്. ആ. അപ്പൊ ആ സിൽമണി ഉണ്ടാക്കിയപ്പോൾ അതൊരു പുറത്തുനിന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം ആണെങ്കിലും ആ. എൻ്റെ മനസ്സിൽ അതൊരു ആ. ചെറുകിട ബിസിനസ്സിലുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു. അത് ശരി. ആ. നമ്മൾ പല പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുമ്പോൾ ആ. എനിക്ക് തന്നെ ഞാൻ നടത്തിയിരുന്ന സമയത്തുണ്ടായിരുന്ന ആ. ഫൈനാൻഷ്യൽ പ്രോബ്ലം എന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പൈസ അയക്കണം, ചില ആൾക്കാർ പേപ്പർ ചെക്ക് വഴി വേണം, ചില അതെ, ആൾക്കാർക്ക് വയറായിട്ട് അയക്കണം, ചില ആൾക്കാർക്ക് ACH പറയും. ആ. ഇതിനൊക്കെ പല പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കരുത്. അതെ. അപ്പൊ ഞാൻ ഈ സിൽമണി ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ആപ്പിൽ ഒരു ബിസിനസ്സുകാരന് വേണ്ട ആവശ്യങ്ങളൊക്കെ ഒരൊറ്റ ആപ്പിൽ ഇട്ട് കൊടുത്തു. ഒരൊറ്റ ആ. സിംഗിൾ ആപ്പ്. സിംഗിൾ പ്ലാറ്റ്ഫോം. ആപ്പിൽ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊരു ടെക്നോളജിനെക്കാട്ടിലുപരി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യരുത്. ഉം. അപ്പോൾ അങ്ങനെയാണ് ഈ സിൽമണി ഉം. ടെക്നോളജി ബിസിനസ്സിലോട്ട് ഉം. എത്തിപ്പെട്ടത്. അത് ശരി. ഇന്ന് സിൽമണി ഏകദേശം ആ. മന്ത്ലി അറൌണ്ട് $1.5 ബില്യൺ പ്രോസസ് ചെയ്യാറുണ്ട്. ആഹാ. എത്ര അമേരിക്കക്കാർ ഇപ്പം അതിന്റെ ഭാഗമാണ്? ഏകദേശം 1.4 14 ലക്ഷം കസ്റ്റമർ ഉണ്ട്. ഉണ്ട് അക്രോസ് ദ കൺട്രി. സിൽമണിക്ക് കസ്റ്റമർ ഇല്ലാത്ത ഇവിടുത്തെ ഒരു കൗണ്ടി ഇല്ല എന്ന് വെച്ചാൽ, ഒരു ഇവിടുത്തെ പഞ്ചായത്തിന് കൗണ്ടി അത് ശരി. എല്ലായിടത്തും ആ. കസ്റ്റമർ. അതെ. താങ്കൾക്ക് ഇവിടെ താങ്കളുടെ ഒരു വ്യാപ്തിയും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വെച്ചിട്ട് താങ്കളുടെ ഓഫീസ് ലോകത്ത് എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്യാം, സിലിക്കൺ വാലിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാം, ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ താങ്കളുടെ ജന്മസ്ഥലമായ മഞ്ചേരിയിലാണ് ഒരു നഗരം, ഒരു ചെറുകിട നഗരം എന്നൊക്കെ പറയാം, നമ്മുടെ നാട്ടിൻ പുറമെന്ന് തന്നെ പറയാവുന്ന മഞ്ചേരിയിലാണ് ആ സിൽമണിയുടെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഡെസ്കുള്ള
യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യൻ ടൈമിലും വർക്ക് ചെയ്യുന്ന റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണത്. അതിൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് അവിടെ വന്നിട്ട് തൻ്റെ കമ്പ്യൂട്ടറുമായി വന്നിട്ട് സ്വതന്ത്രമായി അവിടെ തങ്ങളുടെ ആശയങ്ങൾ ഇരുന്ന് എത്തിക്കൊടുക്കാനോ അല്ലെങ്കിൽ അത് സ്വപ്നം കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇത്തരം ഒരു 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 നാട്ടിലേക്ക് ഇത് വേണം എന്നൊരു ചിന്ത ഇവിടെയൊന്നും ഇല്ലാതെ വേണമെന്ന് പറഞ്ഞത്? ആ നാട് താങ്കളുടെ വേരുകൾ പിടിച്ചു വലിക്കുന്നത് കൊണ്ടാണോ, അല്ലെ എൻ്റെ നാടിനോട് എനിക്ക് ചില പ്രതിബദ്ധതയുണ്ട് എന്നുള്ളൊരു ഒരു മനസ്സിൽ ഉള്ളിലുള്ള ഒരു ഇത് തോന്നൽ കൊണ്ടാണോ? ആദ്യത്തെ കമ്പനി ഓയിൽ കമ്പനി ടൈലർ പെട്രോൾ നടത്തിയിരുന്നപ്പോൾ ആ കമ്പനിയിൽ ഒരു നമ്മുടെ നാട്ടിൽ ഒരു ജോബ് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലായിരുന്നു. അതൊരു ഫിസിക്കൽ ബിസിനസ് ആയിരുന്നു, ലോക്കലി ഓറിയന്റഡ് ബിസിനസ് ആണ് ഈസ്റ്റ് ടെക്സസ്. പക്ഷെ സിൽമണി തുടങ്ങിയപ്പോൾ അത് പിന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡെവലപ്പേഴ്സ് ഒക്കെ ആയിരുന്നപ്പോഴേ അത് നമുക്ക് ലോകത്തിൽ എവിടെയും ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇവിടെ ഓഫീസിൽ വരണം ഒരു നിർബന്ധം ഇല്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് നാട്ടിലും നമ്മുടെ അന്നൊക്കെ നാടിനെ കുറിച്ചും ആ ഹ്യൂമൻ ക്യാപിറ്റലൊക്കെ മനസ്സിലാക്കിയിരുന്നപ്പോൾ നാട്ടിൽ എന്തുകൊണ്ട് ആയിക്കൂടെ എന്ന് തോന്നുന്നു. പക്ഷെ ആ സമയത്ത് ഇൻവെസ്റ്റേഴ്സൊക്കെ എൻ്റെ നിർബന്ധം കൊണ്ട് ബാംഗ്ലൂർ പോരെ, അവിടെയുള്ള ടാലന്റ് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് വേണ്ട, എനിക്ക് എൻ്റെ കേരളത്തിൽ തന്നെ വേണം പറയുമ്പോൾ കൊച്ചിയിൽ പോരെ, അതും വേണ്ട, എനിക്ക് എൻ്റെ ജന്മനാട്ടിൽ ഞാൻ ആ സമയത്ത് ഞാൻ തന്നെയായിരുന്നു മേജർ ഷെയർ ഹോൾഡർ. അപ്പോൾ എനിക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മഞ്ചേരിയിൽ എന്നെ കൊണ്ടുവന്നത്. നമ്മൾ ജനിച്ചുള്ള നാട്ടിൽ ഒരു പ്രചോദനവും പിന്നെ ഒരു ജോലിയും പിന്നെ എന്നതിലുപരി ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ബാംഗ്ലൂർ പോവാതെ അതിലേറെ ഇൻഫ്രാസ്ട്രക്ചറും അതിലേറെ ഇതിൽ നാട്ടിൽ ചെയ്യാന്നുള്ളതും മറ്റുള്ളവരും ഇത് കണ്ട് ചെയ്താലോ എന്നുള്ള ഒരു പോസിബിലിറ്റിക്ക് വേണ്ടിയാണ് മഞ്ചേരി തുടക്കത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവർക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂർ പോകണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഒരു നല്ലൊരു വാല്യൂ അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോഴാണ് മഞ്ചേരി ഓഫീസിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് പലർക്കും ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട്, അതുപോലെ ഒരു ഇന്റർനാഷണൽ ഫെസിലിറ്റി ആയതുകൊണ്ട് ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അത് റിയലി പ്രാക്ടിക്കലാണ്, അതൊരു തെളിവുമാണ് മറ്റു ചില ഇതിലൊക്കെ. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരിക്കലും ഒരു ടാലന്റിന്റെ കുറവില്ല. ടാലന്റൊക്കെ മറ്റുള്ളത് പോകുന്ന കുറവേടോ. അതെ, നമ്മൾ ഇടയ്ക്ക് പറയണ്ടായി കേരളത്തിൻ്റെ നമ്മുടെ മനുഷ്യ വിഭവശേഷിയുടെ വലിയ ശക്തിയെക്കുറിച്ച്. പക്ഷെ നമ്മളെ തീരെ മനസ്സിലാക്കിയിട്ടില്ല. കേരളത്തിൻ്റെ വിഭവശേഷിയും കേരളത്തിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ വിദ്യാഭ്യാസം ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഒരിക്കൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറയണ്ടായി ഈ ലോസ് ആഞ്ചലസ് പോലെയുള്ള ഒരു സ്ഥലം ഒരു രാജ്യമാവുകയാണെങ്കിൽ അത് ലോകത്തെ ഏറ്റവും മികച്ച ആദ്യത്തെ 5 രാജ്യങ്ങളൊന്നായി തീരും. അത്ര ഇൻഫ്രാസ്ട്രക്ചർ അവിടെയുണ്ട്. വളരെ ചെറിയ ഒരു സംസ്ഥാനമായ കേരളത്തിന് ഈ പൊട്ടൻഷ്യലും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്കൊരു കുതിച്ചുചാട്ടം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കേരളത്തിന്? നമ്മളിപ്പോഴും ഈ ഫിസിക്കലി നമ്മൾ വീക്കാണ്. നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്, കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു വിജയിച്ച ഒരു വ്യവസായി എന്ന നിലയ്ക്ക് പുറത്തുനിന്ന് അമേരിക്കയിലിരുന്ന് കേരളത്തെ നോക്കിക്കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, എന്ത് മോഡൽ നമ്മൾ സ്വീകരിക്കണമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഐ എം വെരി പ്രൗഡ്. ഒരുപാട് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അതുപോലെ ഐ എം വെരി കൺസേൺ ആൾസോ. ഒരുപാട് ആശങ്കകളുണ്ട്. എന്ന് വെച്ചാൽ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കേരളം ഒരു പാരഡോക്സ് ആണ്, ഒരു വൈരുദ്ധ്യങ്ങളുടെ ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാല് നമ്മളെ കേരളത്തില് നല്ല ടാലന്റുകളുണ്ട്. പക്ഷേ എന്നിട്ട് നമ്മൾ വിദേശ രാജ്യത്ത് ഗൾഫിലും പിന്നെ കുറെ യൂറോപ്പിലും പോയിട്ട് നമ്മൾ ഹൈ ടാലന്റ് ജോബ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് എക്കണോമിസ്റ്റുകളുണ്ട്, CAയും പഠിച്ചു കഴിഞ്ഞ വലിയ ഇന്റലിജന്റ് ആൾക്കാർ. എന്നിട്ട് ഇവര് പോയിട്ട് വിദേശ രാജ്യങ്ങളിലാണ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ ബിൽഡപ്പ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലില്ല. അതുപോലെ തന്നെ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ബിൽഡേഴ്സ് ഒരുപാട്. നിങ്ങൾക്കറിയാം നമ്മളെ കേരളത്തിലുണ്ട്. ഇവരൊക്കെ മിഡിൽ ഈസ്റ്റിൽ പോയിട്ടാണ് വലിയ വലിയ ബിൽഡിങ്ങുകളും ഇൻഫ്രാസ്ട്രക്ചറും ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യുന്നതില്ല. അപ്പോൾ ഇത് നമ്മളെ കേരളത്തിൽ ഒരിക്കലും ഹ്യൂമൻ ക്യാപിറ്റലിന്റെ കുറവുണ്ടല്ല.
ആ ഹ്യൂമൻ ക്യാപിറ്റല് ആ. നമ്മളറിയാതെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ. ഇനി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്തതിന് ശേഷം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അമേരിക്കയാണ് എല്ലാം കൊണ്ടും. അതുപോലെ സാഹചര്യങ്ങൾ കൊണ്ടും നമ്മളെ ജീവിത നിലവാരങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഭംഗി കൊണ്ടും ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡാണ് കേരളം. പക്ഷേ നമ്മുടെ ഗവൺമെന്റിനുള്ള ഒരു ചെറിയൊരു ബ്യൂറോക്രാറ്റിക് ഡിസിഷൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റിയെടുക്കാൻ കഴിയും. ഈ ഹ്യൂമൻ ക്യാപിറ്റൽ കൊണ്ട് മാത്രം നമ്മുടെ എക്കണോമിക് വെൽത്ത് ഗെയിൻ ചെയ്യാൻ കഴിയില്ല. ഈ ഹ്യൂമൻ ക്യാപിറ്റല് മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റിൽ നിന്നൊരു ഇനീഷ്യേഷൻ വേണം. അപ്പൊ അതിന് പ്രധാനമായിട്ട് വേണ്ടത് തന്നെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കൂളും ഇൻകവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാന് നാളിവിടെ US വേറെ ഒരു സ്റ്റേറ്റില്, US ഓരോ സ്റ്റേറ്റിലും ഓരോ ലോ അല്ല. ആ സ്റ്റേറ്റിൽ അവർ ഗ്രാജുവേഷൻ ചെയ്യാൻ എന്തോ വെയിറ്റ് ചെയ്യാൻ ചോദിച്ചു. എന്താ കാരണം ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇവിടുത്തെ അവരുടെ ഒരു നിയമപ്രകാരം അവർക്ക് പുറത്തു പോയിട്ട് സാധാ റീറ്റെയിൽ ഷോപ്പിലോ എത്രയോ മണിക്കൂർ ജോലി ചെയ്ത് അതിന് ടാക്സ് അടിച്ച് അവനൊരു ഹ്യൂമൻ സൊസൈറ്റിക്ക് വേണ്ടി വർത്താണെന്ന് തെളിയിച്ചാലേ ഇവന്റെ ഈ ഡിഗ്രി കിട്ടുള്ളൂ, ഗ്രാജുവേഷൻ. അത് ആ സ്റ്റേറ്റിൽ ആകുന്ന നിയമമാണ്. അതുപോലെ നമ്മുടെ അടുത്ത് നമ്മളെ സ്കൂളിംഗ് ആയിട്ട് ഇൻകമായിട്ട് കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബുക്ക് വേമാണ് ഉത്പാദിപ്പിക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഒരു സ്കൂളിലെ ഏറ്റവും പഠിക്കുന്ന കുട്ടികൾ ആ സ്കൂളിലെ ഒരു മിഡിൽ പഠിക്കുന്ന കുട്ടികളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്. കാരണം മിഡിൽ പഠിക്കുന്ന ഒരു പുസ്തകത്തിലും ഉപരിയായിട്ട് അവൻ ചെറുകിട കച്ചവടവും കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ്, അവൻ ആക്ച്വലി ഒരു പ്രോബ്ലം സോൾവർ ആയിട്ട് വരുന്നത്. മറ്റൊരു ഒരു ബുക്ക്വാമായി പോകുന്നത്. അപ്പൊ ഗവൺമെന്റ് നമ്മൾ തന്നെ മാർക്കറ്റായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. 3-4 കാര്യങ്ങൾ പറയുകയാണെങ്കിലുണ്ടല്ലോ, ഒരു ചെറിയ ബ്യൂറോക്രാറ്റിക് ഓർഡർ വഴി ചെയ്യാൻ കണ്ട ഒരു ഗവൺമെന്റ് തലത്തിൽ അതൊരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ ഹ്യൂമൻ ക്യാപിറ്റൽ ഓൾറെഡി റിച്ച് ആയതുകൊണ്ട് മനുഷ്യ വിഭവശേഷിയും വെരി വൈഡ് ഓപ്പൺ മൈൻഡും വിദേശങ്ങളെ യാത്ര ചെയ്ത് ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഓരോ മുനിസിപ്പൽ ലെവലും ഗവൺമെന്റ് ഒരു ഇൻക്യുബേഷൻ സെന്റർ, ഇവർക്ക് ലോകത്തിന് ആവശ്യമുള്ള പല പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യുന്ന ആപ്പുകളും സോഫ്റ്റ്വെയറും. നമ്മളിപ്പോ ബൈജു ചില കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടായാലും അത് വലിയൊരു എക്സാമ്പിളാണ്. അങ്ങനെ ഒരു 10 ബൈജു കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ മാറി. നേരത്തെ പറഞ്ഞ പോലെ സാൻ ഫ്രാൻസിസ്കോ ഒരു രാജ്യമായിരുന്നുവെങ്കിൽ, കാരണം ഒരുപാട് $1 ട്രില്യൺ കമ്പനീസ് അവിടെ ഉണ്ട്, വേൾഡ് വൈഡ് സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഇൻക്യുബേഷൻ സെന്റർ ഓരോ മുനിസിപ്പൽ ഏരിയ അതിനുള്ള ഇൻക്യുബേഷൻ ഐഡിയകളും സെലക്റ്റീവായിട്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഗവൺമെന്റ് നമ്മളെ സ്കൂളിന് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഇൻകമായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ സെക്കൻഡ് യൂണിവേഴ്സിറ്റി ലെവലിൽ തന്നെ നിങ്ങളെ ബാച്ചിലേഴ്സ് ഡിഗ്രി കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ സൊസൈറ്റിയിൽ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര ജോലി ചെയ്ത് ടാക്സ് അടച്ച പേപ്പറും ശരിയായ രീതിയിൽ സബ്മിറ്റ് ചെയ്തില്ല, ഗ്രാജുവേഷൻ പുസ്തകം കൊണ്ട് പഠിച്ചതെന്ന് മാത്രമല്ല അവർക്ക് ഈ സൊസൈറ്റിയിൽ അവർ ബെനിഫിഷ്യൽ ആണെന്നും കൂടി അവർ സ്വന്തം കാലം നിൽക്കാൻ പറ്റും തോന്നുന്നു. അതെ, എന്നാലും മാത്രമേ അവർക്ക് ആ ജോലിയുടെയും ഇൻകത്തിന്റെയും ഒക്കെ വാല്യൂ മനസ്സിലാവും. അല്ലെങ്കിൽ അവരൊരു ജോബ് ഓറിയന്റഡ് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഒരു സ്ഥിരം ജോലി. അതുകൊണ്ട് മാത്രം നമ്മൾ എക്കണോമിക്കലി ഫ്ലറിഷ് ആവണമെന്നില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഗവൺമെന്റിന് NRIസിനെ എപ്പോഴും ഒരു മണി സെൻഡിങ് ടൂൾ ആയിട്ടാണ് പരിഗണിക്കുന്നത്. പക്ഷെ ആക്ച്വലി NRIs എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസും ഒരുപാട് ബുദ്ധിമുട്ട് കടന്നു പോയിട്ടുണ്ട്. അവര് നമ്മളൊരു ഈച്ച് മുനിസിപ്പൽ ലെവലിലോ അല്ലെങ്കിൽ സ്കൂൾ ലെവലിലോ അവരുടെ ഒരു മെന്റർ ആയിട്ട് ആ ഭാഗത്തിൽ ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഒരു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ മെന്റർഷിപ്പ് ഒരുപാട്. പിന്നെ വേറൊരു കാര്യം, നമ്മളെപ്പോഴും ഇപ്പോ നമ്മളെ കേരളത്തില് നമ്മൾ സോഷ്യലി വളരെ പ്രബുദ്ധരാണ് മലയാളികൾ. പക്ഷെ നമ്മൾ ആ സോഷ്യൽ വെരി ഗുഡ്, ആ സോഷ്യലി പ്രബുദ്ധരായതുപോലെ നമ്മൾ എക്കണോമിക്കൽ പവറിൽ പ്രബുദ്ധരാവാൻ നമ്മൾ കോച്ചിങ് കൊടുക്കണില്ല. നമ്മൾ എന്തോ എവിടെയോ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നത് ഒരു ഹെയ്റ്ററാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു എൻകറേജ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ പോകുമ്പോൾ കാണാറുണ്ട് ചില ആൾക്കാർ പിന്നെ പണമുണ്ടാക്കാൻ അവരുടെ മടി ടാക്സ് കൊടുക്കേണ്ടി വരുമോ, പണം ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റ് എന്നെ പിടിക്കാൻ വരുമോ, ഇങ്ങനത്തെ കാലത്ത് അവർക്ക് അവയർനെസ് കൊടുക്കണം.
അതെ നമ്മൾ പണം ഉണ്ടാക്കുന്നത് ആ. നമ്മുടെ കാര്യത്തിന് മാത്രമല്ല, പണം ഉണ്ടാക്കുകയും നമ്മളെ റോഡ്സ് കൺസ്ട്രക്ഷനും വെൽഫെയറും പണ്ട് അതിന്റെ ടാക്സ് കൂടുതലൊരു പ്രൗഡാണെന്നുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ അവരെ എഡ്യൂക്കേറ്റ് സ്കൂൾ അതെ തലത്തിൽ അതെ ആരാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുത്തത്, ഈ വില്ലേജ് അല്ലെങ്കിൽ ഈ വാർഡിൽ അതെ അവനൊരു സ്പെഷ്യൽ ഓർഗനൈസേഷനോ ആ. അവനൊരു സ്പെഷ്യൽ കാര്യങ്ങളോ കൊടുക്കും. അതെ അതെ എന്നാൽ അവരെ എക്കണോമിക് സ്ട്രെങ്ത് കൊണ്ടുവരുള്ളൂ. അതെ അതെ അതുപോലെ തന്നെ അവർ സോഷ്യലി ഗിവ് ഇറ്റ് ബാക്ക്. അതെ അതെ അപ്പൊ ഈ വികസിത രാജ്യത്തൊക്കെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഈ വോളണ്ടിയേഴ്സിനെ അവർ നല്ലോണം എൻകറേജ് ചെയ്യും. ഒരാൾ റിട്ടയർഡ് കഴിഞ്ഞാൽ അവർ ആ സർവീസ് സൊസൈറ്റി കൊടുക്കുകയാണെങ്കിൽ അതിനു വേണ്ടി സ്പെഷ്യൽ. ഞാനിവർ വന്നപ്പോൾ ഡാലസ് എയർപോർട്ടിൽ ഒരു ഓറഞ്ച് ഡ്രസ് ഇട്ട ആൾക്കാർ. ആ. അപ്പോൾ ഞാൻ ആരോടോ ഇദ്ദേഹത്തോടെ പറഞ്ഞു തോന്നുന്നുണ്ട്, ഇവരൊക്കെ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ആണ്. ഞാൻ അവിടെ വോളണ്ടിയർ ആകാൻ പോയിരുന്നു. അവിടെ 5000-ലധികം വോളണ്ടിയേഴ്സ് ജസ്റ്റ് ഡാലസ് എയർപോർട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഹെൽപ്പ് ചെയ്യാൻ. ഒരു ഉദാഹരണം അവര് ഞാനും പോയിരുന്നു, എനിക്കും ഹെൽപ്പ് ചെയ്യണം ഞാൻ ആള് വരുമ്പോൾ. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ മിനിമം റിക്വയർമെന്റ് ഒരു മാസം 20 മണിക്കൂറാണ്. അപ്പൊ അത്ര സമയം എനിക്ക് ഞാൻ പറഞ്ഞു ഒരു മാസത്തിൽ എനിക്ക് വേണ്ടി ഒരു 10 മണിക്കൂറോ അല്ലെ 5 മണിക്കൂറോ എനിക്ക് തോന്നുന്നു. എനിക്കത് എന്താണെന്ന് പഠിക്കാൻ കൗതുകമായിരുന്നു ഈ അടുത്ത കാലത്ത്. അപ്പോൾ അതുപോലെ ആ വോളണ്ടിയേഴ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. കാരണം പല മെരികളും ഗവൺമെന്റിന് റിട്ടയർ ചെയ്ത ആൾക്കാർ അവരുടെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുന്നു. വീട്ടിനുള്ളിൽ അതെ, ഗവൺമെന്റ് ലെവൽ റെക്കഗ്നൈസേഷനും അതിനൊരു ഒരു സിസ്റ്റമാറ്റിക് വേ ഉണ്ടാക്കാനൊന്നും ഒരു മൈൻഡ് സെറ്റിന്റെ ആവശ്യം. അതെ, ആ ഒരു വിഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തായിട്ടൊരു കാര്യം, നമ്മളെപ്പോഴും ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. ഇപ്പൊ എന്റെ പറഞ്ഞതുപോലെ ആ ലാംഗ്വേജ് ബാരിയർ ഇപ്പോ നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് സംസാരിച്ചാലാണ് വിജയിക്കുന്നവൻ എന്നുള്ള ആ കൺസെപ്റ്റ് ഒന്ന് മാറ്റി. ഇപ്പൊ അതിന്റെ പ്രധാന കാരണം നമ്മൾ ലോകത്ത് വികസിത രാജ്യങ്ങൾ നോക്കിയാലൊക്കെ ഉണ്ട്, അവരൊക്കെ അവരുടെ ഭാഷയിലാണ് വികസിച്ചത്. മാതൃഭാഷ. ഇംഗ്ലണ്ട് വികസിച്ച അവരുടെ ഇംഗ്ലീഷിലാണ്, ജർമ്മനി വികസിച്ച ജർമ്മനിലാണ്, ചൈനീസ് വികസിത രാജ്യങ്ങളും ഒരു ഹൈലി പവർഫുൾ കൺട്രിയാണ്, അവരവരുടെ ചൈനീസിലാണ്, ഫ്രഞ്ചിലാണ്, ജപ്പാൻ. അതെ, എല്ലാം ഫിൻലാൻഡ് ഒക്കെ അവരുടെ ഡാനിഷിലാണ്, ജപ്പാനീസിലാണ്. നമ്മൾ ഇംഗ്ലീഷ് കോളനിയായ നമ്മളും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, പിന്നെ ചില കൺട്രികളൊക്കെ നമ്മളെ ഇംഗ്ലീഷ് നോട്ടുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യും, ആ നമ്മുടെ സ്വയം ലാംഗ്വേജിൽ ചിന്തിക്കുന്ന അത്ര മാതൃഭാഷയിൽ ചിന്തിക്കുന്ന ഒരിക്കലും നിങ്ങൾക്ക് പഠിച്ചെടുത്ത ലാംഗ്വേജ് കഴിയില്ല. അപ്പൊ നമ്മൾ ആ കോംപ്ലക്സിൽ പെട്ടുപോകും. അപ്പൊ ഗവൺമെന്റ് തലത്തിൽ തന്നെ നമ്മളെ ലാംഗ്വേജിന് വേൾഡ് സിസ്റ്റമായിട്ട് ഘടിപ്പിക്കുന്ന ബ്രിഡ്ജ് ഉണ്ടാക്കിക്കളയും. അതൊന്നും ഇന്നത്തെ കാലത്ത് വലിയൊരു കാര്യമൊന്നുമല്ല. എന്നിട്ട് ആ ലാംഗ്വേജിനെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് മീഡിയം എടുത്ത് കളഞ്ഞാലേ നമ്മൾ പൂർണ്ണമായും വികസിക്കുള്ളൂ. നമ്മളെ കാര്യങ്ങളും നമ്മളെ മാതൃഭാഷയിലും നമ്മളെ തലച്ചോറിലും പൂർണ്ണമായി ചിന്തിച്ചു വരണമെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന ഭാഷയാണ്. സ്വപ്നം കാണുന്ന നമ്മുടെ ഭാഷയിലാണ്. അതെ, അതുകൊണ്ടാണ് ജർമ്മനും ഫ്രഞ്ചും ഡാനിഷും സ്വീഡിഷും ഒക്കെ അവരുടെ ലാംഗ്വേജും അവരൊന്നും ഒരിക്കലും ഇംഗ്ലീഷോ ഫ്രഞ്ചോ അഡാപ്റ്റ് ചെയ്തിട്ടല്ല. നമ്മൾ അവിടെ പോയി ജർമ്മൻ പഠിക്കുന്നു, ജാപ്പനീസ് പഠിക്കുന്നു, അതെ, അവിടെ പോയി മറ്റു ഭാഷ പഠിക്കുന്നു. അപ്പൊ അതും നമ്മളെ ഗവൺമെന്റ് നമ്മളെ ഭാഷയിൽ തന്നെ വികസിക്കാൻ കഴിയും, മറ്റുള്ള ചെയ്തതുപോലെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് കൊണ്ടുവരണം. ഒരു വളരെ ലൈറ്റായുള്ള ചോദ്യമാണ്. ഈ മനോഹരമായ ഒരു സ്ഥലമാണ് സതി താമസിക്കുന്ന ഈ കംബർലാൻഡിലെ ഈ റാഞ്ച് എന്നോ ഈ ഫാം ഹൗസ് എന്നൊക്കെ വേണം പറയാം. അതിൽ നിരവധി കൗതുകരമായ കാഴ്ചകൾ കാണാം. ഒരു വലിയ 2 വാട്ടർ ബോഡീസ് ഉണ്ട്. ഒരു തടാകം തന്നെയാണ്, 1.5 ഏക്കറോളം ദൈർഘ്യമുള്ള തടാകമുണ്ട്. ഒരു പാഡലിംഗ് ബോട്ടുകളുണ്ട്. അതിൽ ഒരുപാട് നിറയെ താറാവുകളുണ്ട്, കോഴികളുണ്ട്, ഡോങ്കീസ് ഉണ്ട്, കുതിരകളുണ്ട്. പിന്നെ എന്താ ഇല്ലാത്തത്, പല പുൽത്തകിടികൾ സ്വന്തമായിട്ട് നിറയെ ജനുവനായിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു ഒരു ഒരു വിമാനം, പൈലറ്റിൻ്റെ സ്വപ്നമായിട്ടാണ് ആ വിമാനം എന്ന് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഇഷ്ടങ്ങളായിരിക്കുമല്ലോ ഒരു മനുഷ്യൻ്റെ. നമ്മൾ ഇന്ന് തുടങ്ങണം, ഇന്ന സാധനങ്ങൾ വേണമെന്നൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ സ്വന്തമായിട്ടുള്ള ഈ വിമാനം ഒറ്റയ്ക്ക് പറത്താറുണ്ടോ എന്നതുകൂടി ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മുമ്പ് പൈലറ്റായിരുന്ന ആളാണല്ലോ. ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ, സോണി ജോസഫ് എന്നെ ഡാലസിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് 10-25 വർഷം പോകുന്നു. അന്ന് ഞാൻ വന്ന തന്നെ ഈ ടൈലർ എന്ന സിറ്റിയിലെ 75702 എന്നുള്ള സിപ്പ് കോഡ് പിൻകോഡിലാണ്. ഈ പിൻകോഡ് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. അന്ന് മുതലേ ഇവിടെ തന്നെയാണ്. പിന്നെ ഈ റാഞ്ച് സ്റ്റൈൽ ലൈഫ് എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്ക് എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു കൃഷിക്കാരനായിരുന്നു. 2 ഗ്രാൻഡ് ഫാദർ. അപ്പൊ അവർ രണ്ടുപേരും അതിൽ ആനന്ദം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്,
നമ്മൾ എത്ര ബിസിനസിന്റെ സക്സസ് ആയി പോയാലും ഉം. നമ്മൾ പ്രകൃതിയുമായുള്ള കണക്ഷൻ ലൂസ് ആവുമ്പോഴും അതെ അതെ നമ്മൾ മനസ്സമാധാനം നഷ്ടപ്പെടാറ്. ശരിയാണ്. പല പല ആളുകളും ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. ആ ആ അപ്പോൾ എനിക്ക് ഈ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആ ആക്ച്വലി അതൊരു സൂത്തിങ് ആണ്, അതൊരു Soothing, ഒരു- ആ, ഒരു ആ. എന്താ പറയാ തെറാപ്പി പോലെയാണ്. അതെ അതെ അപ്പൊ അതുകൊണ്ടാണ് ഈ രാവിലെ എണീക്കുമ്പോൾ ആ ആ വിശാലമായ ആകാശം കാണുമ്പോൾ ആ നമ്മൾ ചിന്തകൾക്ക് വീണ്ടും ഒരുപാട് ഉയരും. അതെ അതെ അപ്പോൾ ആ ഒരു ഒരു കൺസെപ്റ്റിലാണ് മനസ്സിന്റെ ഒരു ഇതിനു വേണ്ടി മണ്ണിൽ ചവിട്ടി നടക്കാൻ അതെ, വേണ്ടി, അങ്ങനത്തെ ഉൾത്തയിൽ നടക്കാൻ വേണ്ടി അല്ലേ? പണ്ടേ ഉള്ള അതെ. ഞാനും ഒരു ചെറിയ കുറെ കൃഷികളൊക്കെ പണ്ട് നാട്ടിൽ നിന്ന് ചെയ്തു. അതെ 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 അങ്ങനെയാണ് ആ. എത്തിപ്പെടുന്നത്. എന്റെ ഭാര്യ ആ. മലപ്പുറത്ത് നിന്നാണ്, അത് ശരി. ആ മുണ്ടുപറമ്പ് നിന്നാണ് അവള്. ആ. പിന്നെ 4 കുട്ടികളുണ്ട് ഇപ്പൊ. ആ. ഇവരെ എല്ലാരും ഇവിടെ സ്കൂളിൽ പോകുന്നുണ്ട് പഠിക്കാൻ. അത് ശരി. ആ ആ പിന്നെ ആ. പിന്നെ എന്റെ പിന്നെ ഇത് വിമാനം പ്രൈവറ്റ് ജെറ്റ് എന്നുള്ളത് അത് തീർച്ചയായിട്ടും പിന്നെ ആ. അതും ഒരു കൗതുകമായിരുന്നു. ആ. ബിസിനസ് പറഞ്ഞപ്പോ പലരും ആ. ഉപയോഗിക്കുമെന്ന് കണ്ടപ്പോൾ ആ. അപ്പോ സമയത്തിന്റെ കാര്യം അതും ഒരുപാട് പഠിക്കാനുണ്ട്. ആ ആ ചില സ്ഥലത്തൊക്കെ പെട്ടെന്ന് പോകുമ്പോഴൊക്കെ ആ. അതൊരു ആ. സമയം ലാഭിക്കാനും അത്രയും സമയം ലാഭിക്കാം. മണി ഈസ് ആ. അല്ലേ? ജനറലി സമയം പണം കൂടിയാണല്ലോ. അതെ, ജനറലി യുഎസിനകത്ത് മാത്രമേ അതെ ട്രാവൽ ചെയ്യാവുള്ളൂ. യുഎസ് തന്നെ ഇന്ത്യയുടെ ഏകദേശം 3-ലധികം ഇരട്ടി വലുപ്പമാണ്, വലിയൊരു അതെ. രാജ്യമാണ്. അപ്പോ അതിനു വേണ്ടിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കാറ്. ആ ശരി. ഈ റാഞ്ചിലുള്ള എന്തൊക്കെയാണല്ലോ കൂടി പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ഭൂമിയുടെ പ്രത്യേകത, ഈ തടാകം, ഇവിടെയുള്ള മൃഗങ്ങൾ, പക്ഷികളെ പറ്റി രസകരമായിട്ടൊന്ന് പറഞ്ഞാൽ. ഒരുവിധം ആ, എല്ലാ ആനിമൽസും ഉണ്ട് ഇവിടെ. ആ. എമൂനെ കണ്ടു. എമൂല അതല്ല ഒട്ടപക്ഷിയാണോ? ആ. കുതിരകള്, ആ പിന്നെ മയില്, ആ 100-300 കോഴികള്, ആ കഴുതയുണ്ട്. കഴുതി എന്തിനാണോ കഴുതയുണ്ട്. ശരിക്കും? ആ ഒരു കൗതുകം. 2 കഴുത. എന്റെ ഭാര്യ പറയുന്നത് ഞാനടക്കം 3 കഴുത. 2 കഴുത ഈ പുറത്തു. കഴുതയ്ക്ക് എന്താ ഈ ഫാം കാര്യം? കഴുത ആക്ച്വലി ആ കഴുതക്ക് ഏറ്റവും കൂടുതൽ ഈ ഡൊമൈൻ പവറില്ല. അത് ശരി. അപ്പൊ അവര് ഒരു ഭാഗത്താക്കിയാൽ അവിടുത്തെ വേറെ കൈയോട്ടി വെച്ച് നായ്ക്കളൊന്നും വരാൻ ഇവര് ഓ സമ്മതിക്കാറ്. ഓ ഓ. അതാണ് അപ്പൊ അത് കാവൽക്കാരാണ്. കാവൽക്കാരാണ് ശരിക്കും കഴുതകൾ. ഉം, ഉം. അപ്പോ ശരിക്ക് ഇതിനു മുമ്പ് വേറെ കഴുത ഉണ്ടായിരുന്നു. ആ ആ. കഴുത പുതിയ ആട്, ആ. 25 ആടുണ്ട്. ആട് ആ. കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാല് ആ. അതിനെപ്പോലും കടിച്ചു കൊല്ലും. അത് ശരി. അപ്പൊ പുതിയ ആരും വരാൻ ഈ കഴുത, ചില കഴുതകൾ ഭയങ്കര ഡൊമൈൻ അത് ശരി. ഭയങ്കര പൊസസീവായി. ആടുകളുണ്ട് ഇവിടെ അല്ലേ? ഒരുപാട് ആടുകൾ, ഒരുപാട് ആടുകൾ. താറാവുണ്ട്. താറാവ്. കുതിരകൾ എന്താ? കുതിര എന്താണ് കുതിരേന്റെ ഒരു ഉദ്ദേശം? കുതിര കുതിര ഞാൻ ഓടിക്കാറുണ്ട്. പണ്ട് ഓടിക്കാറുണ്ടായിരുന്നു. ആ. അതും ആ ആ ഇതിന്റെ ഭാഗമായിരുന്നു കുറെ ആ. മുമ്പ്. ചെറിയൊരു മനോഹരമായ കുതിര കുട്ടികൾ നടക്കുന്നതാണ് ഇവിടേക്ക്. പോണി അല്ലേ? പോണി കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ പ്രകൃതിയുടെ സംഗീതം കേൾക്കാം, മൃഗങ്ങളെ കാണാം, നല്ല വായു ആശ്വസിക്കാം. ഉം. വൈകുന്നേരം 4 റൗണ്ട് ഓടാം, വേണമെങ്കിൽ കുളത്തിൽ ചാടി കുളിക്കാം, പാഡൽ ചെയ്യാം. ഒരു വളരെ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു സന്തോഷം. ഈ കേരളത്തെ മിസ് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും കേരളത്തിൽ മിസ് ചെയ്യാറുണ്ട്, ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് സമയം കിട്ടുമ്പോൾ, ആ. സാധിക്കുമ്പോഴൊക്കെ. കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്? ഒരു ഓഫർ വെച്ച് നീട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ പറയുകയാണെങ്കിൽ, യു ഷുഡ് കം ഡൗൺ ആൻഡ് ഡു സംതിങ് ഫോർ അവർ മദർലാൻഡ്, യുനോ. കേരളത്തിൽ ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് ഉം. മഞ്ചേരിയിൽ തുടങ്ങാനുള്ള തന്നെ ഒരു ചെറിയൊരു ഇൻക്യുബേഷൻ സെൻ്റർ ആയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തന്നെ ആൾറെഡി ഏകദേശം 8 സ്റ്റാർട്ടപ്പുകൾ അവിടെ ഉണ്ട്. ആഹാ. അപ്പോൾ അവരെ പോലെ കൂടുതൽ ഒന്നും കൂടി ഹൈ ലെവലിൽ ആ. ഒരു ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്പ് കഴിഞ്ഞാൽ ഒരു ഇന്ത്യ, ഒരു കേരള ഓറിയന്റഡ് ആണ്. മനസ്സിലായി. ആ അത് മാറ്റി ഒന്നുകൂടി ഒരു വേൾഡ് വൈഡ് ഓറിയന്റഡ് ആയിട്ട്, ആ. അത് വേൾഡിലെ ആ. സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ മനസ്സിലായി. ഒരു കുറച്ചും കൂടി നല്ല സ്റ്റാർട്ടപ്പുകൾ, അതിന് ഉം. ഗവൺമെന്റ് തല സപ്പോർട്ട് ഉണ്ടാകുമ്പോഴേ അത് വൃത്തിയാക്കി എടുക്കാൻ കഴിയും. ശരിയാണ്. ആ, അതെ. പല പല ഇത്. ലീഗാലിറ്റിയിലൊക്കെ നമ്മൾ അതെ. ശരിയായി. ഉം. അപ്പൊ അങ്ങനെ ഒരു വിഷനാണ് എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായി ചെയ്യാൻ പറ്റിയ കഴിവ് അതെ. ടെക്നോളജി വിഭാഗത്തിൽ. കാരണം പലപ്പോഴും ഞാൻ പറയേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ ലോകം മുഴുവനും ആ. സോഫ്റ്റ്വെയർ കൈയിടും. ഉം. ഇന്ന് നമ്മൾ ഏകദേശം പകുതിയിലധികം നമ്മൾ അറിയാത്ത സോഫ്റ്റ്വെയറാണ് നമ്മളെ ഭരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇനി അടുത്തൊരു 5 വർഷം കൊണ്ടോ അതെ. 5-8 വർഷം കൊണ്ട് തീർച്ചയായിട്ടും വർഷം വേണ്ടി വരില്ല. എല്ലാം മേഖല അല്ലേ? 5 വർഷം വേണ്ടി വരില്ല. അത്ര വേണ്ടി വരില്ല. നമ്മൾ സോഫ്റ്റ്വെയർ ഭരിക്കുക തന്നെ ചെയ്യും.
അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഉം. ആ മേഖല കൈയെടുക്കാൻ മറ്റു പല ഹോസ്പിറ്റലുകളും മറ്റിലൊക്കെ നമ്മൾ ഹെൽത്തിലൊക്കെ നമ്മൾ ഒരുപാട് കൈയെടുക്കും. അതെ ഈ ടെക്നോളജിയിൽ നമ്മൾ പുറകായി പോകുന്നുണ്ടോ എന്ന് സംശയം. ഉം. ആന്ധ്രാപ്രദേശും അതെ മറ്റേ ശരിയാണ്. ഡൽഹിയൊക്കെ സംസ്ഥാനം നമ്മളവിടെ മുമ്പിൽ പോകും. പക്ഷെ അതെ. അവർക്ക് ഇനി ആ എക്കണോമിക് ബൂം വരുമ്പോൾ ഉം. ഹെൽത്തിലും മറ്റു കാര്യങ്ങളും അവർ നമ്മളെ ഉം. കടത്തിവെട്ടാൻ ഒരുപാട് സാധ്യത. കാരണം ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പ് വിജയിച്ചാൽ അതൊക്കെ ഫോർ എക്സാമ്പിൾ ബൈജുവിന് $20 ബില്യൺ വാല്യൂഷൻ എത്തി. ഉം. 10,000 കോടികൾ അവർ ആ. എക്കണോമിക് ചേഞ്ചസ് അവർ നമ്മളെ സംസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ കഴിയും. എന്നാലും താങ്കളുടെ സ്വപ്നങ്ങൾക്ക് താങ്കൾ ഇനി മുന്നോട്ടുള്ള താങ്കളുടെ യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.